ഹലോ ഫ്രണ്ട്സ്, അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ മാസ് മസാല സിനിമയായിരുന്നു പുഷ്പ ദ റൂൾ. 2021 പുറത്തിറങ്ങിയ പുഷ്പ ദ റൈസിൻ്റെ രണ്ടാം ഭാഗമായി എത്തിയ ചിത്രം തിയേറ്ററിൽ 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയമാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ സിനിമ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഉണ്ടാകും. പുഷ്പ 2 എന്ന സിനിമയുടെ സ്പോയിലറുകൾ ഉള്ളതിനാൽ സിനിമ കാണാത്തവരൊക്കെ ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പുഷ്പ 2വിൻ്റെ തുടക്കത്തിൽ തന്നെ പുഷ്പയുടെ ജപ്പാനിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം പുഷ്പ വെള്ളത്തിൽ വീഴുകയും അവിടെ നിന്ന് കുട്ടിക്കാലത്തെ ഒരു സീൻ കാണിച്ച് പിന്നെ ഇതെല്ലാം ഒരു സ്വപ്നമെന്ന രീതിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീക്കുന്ന പുഷ്പയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ശരിക്കും പുഷ്പ 2 സിനിമയിലെ ജപ്പാൻ ഫൈറ്റ് കഴിഞ്ഞ് കടലിലേക്ക് വീഴുന്നത് വരെയുള്ള ഭാഗങ്ങൾ പുഷ്പ തേർഡ് പാർട്ടിലെയാണ്. പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിലും ഇതുപോലെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു സീൻ സുകുമാർ കൊടുത്തിരുന്നു. ആദ്യ ഭാഗത്തെ അല്ലുവിൻ്റെ ഇൻട്രോ സീൻ സെക്കൻഡ് പാർട്ടിലേക്കുള്ളതായിരുന്നു. അതേപോലെ പുഷ്പ 2വിലും തേർഡ് പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സീൻ തന്നെയാണ് ജപ്പാൻ ഫൈറ്റായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലുവിൻ്റെ വേഷവും ഒരു കൂലിപ്പണിക്കാരൻ്റെ പോലെ ഉള്ളതാണ്. കാട്ടിൽ തടിമുറിക്കാൻ പോയപ്പോൾ ഇട്ട പോലെയുള്ള ലുങ്കിയും ഷർട്ടുമൊക്കെയാണ് പുള്ളി അപ്പോൾ ധരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ബൻവാർ സിംഗ് എന്ന പോലീസ് കഥാപാത്രത്തെ വേറെ ലെവലായിട്ട് പ്രസൻറ്റ് ചെയ്തെങ്കിലും രണ്ടാം ഭാഗത്തിൽ ഒരു കോമഡി ലെവലാക്കിയെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ചിത്രത്തിൽ തീപിടിച്ച് മരിക്കുന്നതായിട്ട് കാണിക്കുന്നെങ്കിലും പിന്നീട് പുഷ്പയുടെ കഥാപാത്രമോ സിനിമയിലുള്ള വേറെ ഏതെങ്കിലും കഥാപാത്രമോ ഇദ്ദേഹം മരിച്ചതായിട്ടൊന്നും പറയുന്നില്ല. പെട്ടെന്നൊരു വില്ലനെ പുതിയതായിട്ട് കൊണ്ടുവന്ന് വേറൊരു ട്രാക്കിലൂടെയായിരുന്നു പുഷ്പ 2 അവസാനിപ്പിച്ചത്. എന്നാൽ തേർഡ് പാർട്ടായ പുഷ്പ ദ റാംപേജിൻ്റെ ടൈലൻഡ് കാണിക്കുന്ന സമയത്ത് ഒരു പുതിയ വില്ലനെ നമുക്ക് കാണാനാകും. ശ്രദ്ധിച്ച് നോക്കിയാൽ അയാളുടെ കൈയൊക്കെ തീ കൊണ്ട് പൊള്ളിയ പാട് കാണാം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ഫഹദ് ഫാസിലിൻ്റെ ബൻവാർ സിംഗ് ഷേഖാവത്ത് എന്ന ക്യാരക്ടർ തന്നെയാവാനാണ് 90% സാധ്യത. തീ പിടിച്ച് മരിച്ചെന്ന് വരുത്തി തീർക്കുകയും പുള്ളി വേറൊരു ഐഡൻറ്റിറ്റിയിൽ പുഷ്പയ്ക്ക് അടാറ് പണി കൊടുക്കാനാകാം വേഷം മാറി വന്നിട്ടുണ്ടാവുക. പുഷ്പയും ഫാമിലിയും കല്യാണ പന്തലിൽ നിൽക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടി എല്ലാം ഇല്ലാതാകുന്നത് കാണിച്ചാണ് പുഷ്പ ദ റാംപേജ് എന്ന ടൈറ്റിൽ വരുന്നത്. പുഷ്പ 3യിൽ പുഷ്പയും ഫാമിലിയും മരിച്ചതായും പിന്നീട് പുഷ്പ മാത്രം മരിച്ചിട്ടില്ല, രക്ഷപ്പെട്ട് പ്രതികാരം ചെയ്യുന്നതുമൊക്കെയാകാം പ്രധാന കഥയായി വരുന്നത്. ആദ്യം പുറത്തിറങ്ങിയ വേർ ഈസ് പുഷ്പ എന്ന ഗ്ലിംസ് വീഡിയോയും പുഷ്പ 3യിലെ സീനുകൾ തന്നെയാണ്. പുഷ്പയും മരിച്ചെന്ന് കരുതിയിരിക്കുമ്പോൾ ഗ്ലിംസിൽ കാണിച്ച പോലെ പുഷ്പ കാട്ടിൽ ഒളിച്ചു താമസിച്ച് പുറത്തേക്ക് വരുന്നതൊക്കെ ആകാം സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെ പുഷ്പയുടെ ട്രെയിലറിൽ കാണിച്ച കുറേ സീനുകളൊന്നും സിനിമയിലില്ലായിരുന്നു. സോമനാഥൻ എന്ന ക്യാരക്ടറും ക്ലൈമാക്സിൽ വില്ലന്മാരോടൊപ്പം ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ട്രെയിലറിൽ സോമനാഥൻ പുഷ്പയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള സീനൊന്നും തന്നെ പുഷ്പ 2വിൽ ഉണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ഇതൊക്കെ സിനിമയുടെ ഡ്യൂറേഷൻ കൂടിയതുകൊണ്ട് കട്ട് ചെയ്തതാകാം. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ 5.5 മണിക്കൂറോളം വന്നിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ചില സീനുകളൊക്കെ പുഷ്പ 3യിൽ വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പുഷ്പ 2 എന്ന ചിത്രം പുഷ്പ 3യിലേക്കുള്ള കുറേ ലൂപ്പ് ഹോൾസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് സുകുമാർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പുഷ്പ ദ റൈസിൽ പുഷ്പയുടെ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയും പുഷ്പ ദ റൂളിൽ കോടീശ്വരനായിട്ടുള്ള പുഷ്പയുടെ റൂളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പുഷ്പ ദ റാംപേജിൽ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതികാരവുമൊക്കെ ആയിട്ട് വയലന്റും അൺകൺട്രോളബിളുമായ പുഷ്പയുടെ റാംപേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ പുഷ്പ 2 എന്ന സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.